തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗൃഹസന്ദർശനം നടത്തുന്ന നേതാക്കൾക്ക് സിപിഎമ്മിന്റെ പെരുമാറ്റച്ചട്ടം. പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുക്കുമെന്നും ജനങ്ങളുമായി തർക്കിക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്തെ KSEB ഓഫീസുകളിൽ വൻ ക്രമക്കേട്. 41 ഉദ്യോഗസ്ഥർ വാങ്ങിയ 16 ലക്ഷത്തിലധികം രൂപ കണ്ടെടുത്തു. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ മിന്നൽ പരിശോധന നടത്തിയത് വിജിലൻസ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകുന്നതായും കണ്ടെത്തൽ. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യ ഹർജി തള്ളി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. രാഹുലിനെതിരെ സമാന പരാതികൾ ഉണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചു. ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷണം. ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കാൻ രാഹുൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 4ാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കണ്ണൂർ 1ാം സ്ഥാനത്ത്. വീഡിയോ കോൺഫറൻസിലൂടെ പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുത്ത് ഗുരുതര രോഗം ബാധിച്ച വിദ്യാർത്ഥിനി. കാസർഗോഡ് സ്വദേശിനി സിയ ഫാത്തിമയ്ക്ക് A ഗ്രേഡ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൈമാറി. BSSയിൽ നിന്നുമുള്ള റിപ്പോർട്ട് കൈമാറിയത് കൊല്ലം വിജിലൻസ് കോടതി. സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.